ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ചെറിയ യാത്രയിലാണ്. നമ്മളൊന്ന് വേളാങ്കണ്ണി പോവുകയാണ്. നമ്മളെ ബസ്സിലാണ് പോകുന്നത്. നമ്മളെ ലോക്കൽ നമ്മളെ തമിഴ്നാട് KSRTC. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ട്രിപ്പാണിത്. ടക്കനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയായിരുന്നു. വർക്കൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു 4 മണിയായപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഇന്ന് വേളാങ്കണ്ണി പോകാം. ഞായറാഴ്ച എന്തായാലും ഹോളിഡേ തന്നെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി വരാൻ തോന്നി. കുറേ ദിവസമായി പോയിട്ട്, ഏകദേശം ഒരു 6 മാസത്തോളമായി ഞാൻ പോയിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് തോന്നും. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കുകളൊക്കെ വന്ന് വേറെ ട്രിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ തിരക്കിലായി. അപ്പോൾ നല്ല തിരക്കായിരുന്നു ബസ്. ഇപ്പോൾ ഏകദേശം 6 എത്താറായി ബസ്. അപ്പോൾ ഇവിടെ വെച്ചാണ് വീഡിയോ എടുക്കണം. കാരണം ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയില്ല. ഇപ്പോഴാണ് ബസ് ഒന്ന് ഒഴിഞ്ഞത്. ആളുകളൊക്കെ കുറഞ്ഞ് ബസ് സ്റ്റാൻഡ് എത്താറായി. അപ്പോൾ നമ്മളിനി നേരെ ഡിപ്പോയിൽ ചെന്നിട്ട് റിസർവേഷൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ മധുര പിടിച്ച് അങ്ങനെ പോവാം. അങ്ങനെ പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഏതെങ്കിലും ബസ് ഇവിടുന്ന് ത്രൂ ആയിട്ട് പോകുന്നുണ്ടോ, അതിൽ സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കയറി പോകും. ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ കയറി ഇറങ്ങിപ്പോവും. അല്ല എങ്ങനെയായാലും പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. വടശ്ശേരി ബസ് സ്റ്റാൻഡ് അതാണ് ഈ കാണുന്നത്. നമ്മൾ ബസ് ഇറങ്ങി, ബസ് പോയി, പോകണം ബസ്. അപ്പം ഗൈസ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പുറത്ത് അവിടെ നിന്നാണ് വേളാങ്കണ്ണിക്കുള്ള ബസ് ഉള്ളത്. നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മധുര പിടിച്ച് പോകും. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടില്ലം ബസ് സ്റ്റാൻഡാണ്. വലിയ സ്റ്റാൻഡാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ ബസ്സുകൾ ഒരുപാട് തഞ്ചാവൂർ എന്നൊക്കെ ബോർഡൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. മധുര, സേലം, ഹൊസൂർ, അത് ബാംഗ്ലൂർ വണ്ടിയാണ്. ഈ റൂട്ടിലാണ് ഊട്ടിക്കുള്ള വണ്ടി. ഇവിടെ നിന്ന് ഊട്ടിക്ക് ത്രൂ ബസ്സുണ്ട് ഗൈസ്. അപ്പം ഏകദേശം എല്ലാ സ്ഥലങ്ങളും, കോയമ്പത്തൂർ, എല്ലാ ഭാഗത്തോട്ടും ഇവിടെ നിന്ന് ബസ്സുണ്ട്. വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഇതിപ്പോൾ പുതിയ ബോഡി കെട്ടി വന്ന വണ്ടികളാണ് ആ കിടക്കുന്ന തമിഴ്നാട് KSRTCയുടെ. അടിപൊളി, നല്ല അടിപൊളി കിടിലം, നല്ല അടിപൊളി വണ്ടികൾ കിടക്കുന്നത്. ഇതൊക്കെ പ്രകാശ് ബോഡിയാണ്. ഇത് പഴയ ബോഡിയാണ്. ഇത് പ്രകാശിൻ്റെ വണ്ടി. പ്രകാശ് ബോഡി പുത്തൻ വണ്ടികളാണ് ഇതൊക്കെ. പുത്തനല്ല, കുറച്ച് ഓടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പുറത്തൊരു ഹോട്ടലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ബസ് പിടിക്കാം. അതാണ് നല്ലത്. ഓക്കെ ഗൈസ്, നമ്മളൊരു ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇലയൊക്കെ വന്നായിരുന്നു, വെള്ളവും കിട്ടി. ഒരു സെറ്റ് ഇഡ്ഡലിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബാക്കി സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇഡ്ഡലി ഇപ്പോൾ വരും. തമിഴ്നാട് വന്നിട്ട് ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി തമിഴ്നാട്ടിലോട്ട് വന്നിട്ട്. അപ്പം ഈ ട്രിപ്പിൽ നമുക്ക് ആദ്യത്തെ തമിഴ്നാട്ടിലുള്ള ഫുഡാണ്. അപ്പം ഫുഡും കൂടെ കഴിക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ട്രിപ്പ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവും. എന്നാലും നമ്മൾ എങ്ങനെ പോകുന്നു, എന്തൊക്കെ കഴിക്കുന്നു എല്ലാം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിച്ചിട്ട് വേണം ബസ് നോക്കാൻ. അവിടെ നമ്മളിപ്പോൾ നോക്കിയാൽ ബസ്സൊന്നും അവിടെ കിടപ്പില്ല. എനിക്ക് തോന്നണതെന്ന് പറഞ്ഞാൽ ബസ് കാണാൻ ഇനി വഴിയില്ല. കാരണം ഇവിടെ നിന്നുള്ള ബസ്സുകളൊക്കെ പൊയ്ക്കാണ്. ഒരുപാട് ലേറ്റായി. 8 മണി അടുപ്പിച്ച് കഴിഞ്ഞു ഞാൻ ഇവിടെ എത്തിയപ്പോൾ. കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് യാത്രയിൽ. അപ്പം നമ്മൾ ഇഡലി വന്നിട്ടുണ്ട്. വട വേണ്ട, വട കഴിക്കുന്നില്ല. വട ഒന്ന് നേരത്തെ. ഓക്കെ, ശരി. ഈ സാമ്പാറും നമ്മൾ കഴിക്കുകയാണ്. ഇഡലി സാമ്പാറും കഴിക്കുകയാണ് ഗൈസ്. കൊള്ളാം. ഇവിടുത്തെ ഇഡലി എന്ന് പറഞ്ഞാൽ പൂവോരത്തെ ഇഡലിയാണ്. കാണിച്ചു തരാം. വേണ്ട, ഇഡലി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. എനിക്ക് തമിഴ്നാട് ഇഡലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതാണ്. സോഫ്റ്റാണ്, ഭയങ്കരമായ സോഫ്റ്റാണ്. നമ്മളവിടെ ഇഡലിയാണ് കല്ലുപോരാണ് ഇരിക്കുന്നത് ഗൈസ്. കല്ലുപോര അടിപൊളി. 3 ഇഡലി ഇന്നത്തേക്ക് ഇത് മതി. നാളെ രാവിലെ വേളാങ്കണ്ണി ചെന്നിട്ട് ബൈക്ക് കഴിക്കാം. അപ്പം അടിപൊളിയാണ്. നല്ല ആഹാരം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. 3 ഇഡലിയാണ് കഴിക്കണം, വേറെ ഒന്നുമില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ബസ്സൊന്നുമില്ല. ഇവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് ബസ് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ കണ്ടക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് ആളില്ല. കണ്ടക്ടർ സ്റ്റേഷൻ മാസ്റ്റർ ഇരിക്കേണ്ടത് ആളില്ല എന്ന് ചോദിക്കായിരുന്നു. ഇപ്പോൾ ബസ്സിന് ഉണ്ടോ ഇല്ലയോ, എന്താണ് കാര്യങ്ങൾ എന്ന് ഡീറ്റെയിൽ ചോദിക്കായിരുന്നു. അപ്പം നമ്മളിവിടെ നിൽക്കുകയാണ്. ബസ്സൊന്നും ഇവിടെ വരുന്നില്ല. നമ്മളെന്നാൽ മധുര പിടിച്ച് അങ്ങനെ പോവും. അങ്ങനെയാണ് പ്ലാൻ. ബസ്സില്ലെങ്കിൽ നമ്മൾ പോകും. ഇവിടെ നേരെ കിടക്കണൊക്കെ ബാംഗ്ലൂരും ചെന്നൈക്കൊക്കെ ഉള്ള വണ്ടികളാണ്. വേളാങ്കണ്ണിക്ക് വണ്ടി വരുന്നില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് ഏതെങ്കിലും ബസ്സിൽ കയറിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെന്നൈ ബസ്സിൽ കയറി.
അതിൽ മധുര ഇറങ്ങിയിട്ട് അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ചെന്നൈ ഒരു ബസ് കിട്ടി, അതിൽ സീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വേളാങ്കണ്ണിക്ക് ഒരു ബസ് ഉണ്ട് ഇവിടെ നിന്ന്, പക്ഷേ അതിവിടെ അവർ പറയണമെന്ന് പറഞ്ഞാൽ ഫുള്ളാവും, സീറ്റ് ഫുള്ളാണ്. ഒറ്റ ബസ്സേ ഇനിയുള്ളൂ, 8:30ക്കുള്ള ബസ്. അപ്പോൾ അത് നമ്മൾ കാത്തിരിക്കണില്ല. നമ്മളിവിടെ നേരെ ചെന്നൈ അല്ലല്ലോ സോറി, ഇവിടെ നേരെ മധുര ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ അടുത്ത ബസ് പിടിക്കും. അപ്പോൾ നമുക്ക് മധുര ഇതിപ്പം ചെന്നൈ വണ്ടിയാണ്, ഇതിൽ മധുര പോവും. ഹായ്, ഹലോ. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വേളാങ്കണ്ണിയാണ്. വേളാങ്കണ്ണി ബീച്ചിലാണ് നിൽക്കുന്നത്. നല്ല കാറ്റാണ് ഇവിടെ, നല്ല സുഖമുണ്ട്. വെയിലുണ്ട്, പക്ഷേ ഇവിടെ ഒരു സുഖമുണ്ട്. ബീച്ചിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഫ്രണ്ടിൽ കാണാൻ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അറ്റം തൊട്ട് ഇങ്ങോട്ട് കടൽ നല്ല ഇളകി കിടക്കുകയാണ്, പക്ഷെ ഒരുപാട് പേര് ഇറങ്ങി കിടക്കുകയാണ്. അടിപൊളി ഇവിടെ സെറ്റ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ കൊച്ചു പിള്ളേരെ പറ്റിക്കേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ അടാർ റാറ്റായിരിക്കും അവർ ചോദിക്കുന്നത്. അടിപൊളി, നല്ല തിരക്കാണ് ഇവിടെ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഇവിടെ. കൂടുതൽ നേരം നിന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല, അടി കിട്ടും ഗൈസ്. ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി നിന്ന് കുളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അടിച്ചെടുത്ത് ടവറിൻ്റെ മേളിലൊക്കെ ചില ആളുകളെ കയറ്റിക്കളയും. അപ്പോൾ നമ്മളിവിടെ നൈസിന് പോവുകയാണ്, അങ്ങോട്ട് പോകാം, പള്ളിയുടെ അടുത്തോട്ട് പോകാം. ഓക്കെ, ഇവിടെ ഒട്ടകമുണ്ട് ഗൈസ്. ഇതാണ്ട് ആളുടെ ഒട്ടകത്തിൽ കയറായി വേറൊരു സെറ്റപ്പ്, അടിപൊളി. ഒട്ടകത്തിൽ കയറണോ ഈ ഒരു ചേട്ടൻ, അടിപൊളി പരിപാടി. നല്ല പത്ത് കാറ്റായിരിക്കും, അതിനൊരു കുറവും കാണൂല. അടിപൊളി ഒട്ടകം തന്നെ കേട്ടാ. മെത്തേക്ക് പുറത്തോട്ടൊരു ഷീറ്റൊക്കെ ഇട്ട് അടിപൊളി. ഒട്ടകത്തിൽ കയറാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 2 സ്റ്റാൻഡുണ്ട്. എനിക്ക് തോന്നുന്നു 2 ഒട്ടകം ഉണ്ടെന്ന് പറഞ്ഞു, ചെറുതും ഒരു വലുതും. അടിപൊളി, അതാ പോണു ഒട്ടകം. ഒട്ടകം എൻ്റെ അമ്മോ, 100 കാണും, അതുവരെയായിട്ട് കൊണ്ടുപോകും. ഒട്ടകം നടക്കണ നോക്കിയൊക്കെ അടിപൊളി. അപ്പം ഗൈസ് നമ്മളിവിടെ നിൽക്കുകയാണ്. നമ്മളിവിടെ നിന്ന് നേരെ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് പോകണം. അവിടെ നല്ല വെയിലായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ടൊരു സുഖമുണ്ട് ഗൈസ്. നമ്മൾ ആ കടലിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ഉള്ള പള്ളിയുടെ ഒരു വ്യൂ കണ്ട അടിപൊളിയാണ്. ഫ്രണ്ടിൽ ഏകദേശം നടന്ന് നമ്മൾ പള്ളിയുടെ അടുത്ത് എത്താറായി. ഒരു വ്യൂ എന്ന് പറയുന്നത് കിടിലമാണ് അവിടെ, അടിപൊളി വ്യൂ. ഇവിടെയൊക്കെ തെങ്ങാണെങ്കിൽ നേർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്, അത് എനിക്കൊന്നും വിൽക്കണയാണെന്നാണ് തോന്നുന്നത്. നേർച്ച കൊണ്ടുവരണതാണ് ആളുകൾ, അതിവിടെ വിൽക്കുകയാണെന്ന് ചെയ്യണമെന്നാണ് തോന്നണം. ഇവിടെ ഒരുപാട് പേര് തെങ്ങ്, അതിന് നേർച്ചയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ കൊടുക്കാനുള്ള സെറ്റപ്പായിരിക്കും ചിലപ്പോൾ, അറിഞ്ഞുകൂടാ. ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ നല്ല തെങ്ങിൻ തൈ, ചെന്തെങ്ങിൻ്റെ തെങ്ങ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ആ ഒരു വ്യൂ അടിപൊളി ഇവിടെ നിന്നുള്ള പള്ളിയിലെ കണ്ട. നമ്മൾ നടന്ന് നല്ല വേർത്ത്, കാരണം നല്ല വെയിൽ ഇവിടെ, ഇടിലം വെയിലെന്ന് പറഞ്ഞാൽ അടിപൊളി വെയിൽ, നല്ല തിരക്കും ഉണ്ട് ഗൈസ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ ഒരു വ്യൂവും ഇവിടുത്തെ ഒരു തിരക്കും അപാരം, കാരണം ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് നല്ല തിരക്കാണ് ഗൈസ്. ഒരു വ്യൂ കണ്ട അടിപൊളി. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു സൈഡ് ഇങ്ങനെ ഉണ്ട്, അവിടെ തണലുണ്ട്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് പള്ളിയുടെ മേളത്തെ പള്ളിയിലോട്ട് പോകുന്ന വഴി, അവിടെയാണ്. അതേപോലെ ഇവിടെ കൂടെയും ഉണ്ട് വ്യൂ. നല്ല വെയിലാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരിടത്ത് ഒതുങ്ങി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അപ്പുറത്തൊരു പുതിയ പള്ളിയുണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം. പിന്നെ കുറച്ച് നേരം കറങ്ങിയിട്ട് 2 മണിക്കാണ് ബസ്, ഇവിടെ നിന്നൊരു ബസ്സുള്ളത്. നമുക്ക് അതിൽ പോകാനാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി അങ്ങോട്ട് കുറച്ച് നടക്കാം. നല്ല വെയിൽ, നടക്കാനൊന്നും തോന്നണില്ല, ഭയങ്കര വെയിൽ, കണ്ണുറക്കാൻ പറ്റാത്ത വെയിലായിപ്പോൾ ഇവിടെ. വെയിൽ കണ്ട ഗൈസ്, ഭയങ്കരമായിട്ടുള്ള വെയിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേളിലോട്ട് പുറത്തോട്ട് നോക്കാൻ പറ്റണില്ല, അത്രയ്ക്കുള്ള വെയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പള്ളിയുടെ ഒരു വ്യൂ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് പോകണം. അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കണ്ട ഇവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ഫോട്ടോസ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ഗേറ്റ്, നമ്മളെ പള്ളിയുടെ മെയിൻ ഗേറ്റ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ടൊന്ന് വ്യൂ കാണിച്ചു തരാം. 2 ഫോട്ടോ നമുക്ക് എടുക്കണം. അപ്പോൾ കാര്യങ്ങൾ എടുത്ത് വരുമോ എന്തോ, അതാണ് അറിഞ്ഞൂടാത്ത ഗായ്സ്. കണ്ട ഇതാണൊരു വ്യൂ, ഫുൾ വ്യൂ. ഒന്ന് 1x എടുത്ത് കാണിച്ചു തരാം. കണ്ട ഇത് മേളത്തെ 2ാമത്തെ നിലയിലോട്ടുള്ള എൻട്രൻസ് ഇതുവഴിയാണ്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഭയങ്കരമായിട്ടുള്ളൊരു തിരക്കുണ്ട്, ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് ഗൈസ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്നാണ് അകത്തോട്ട് കയറുന്നത്.
അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ ഇറങ്ങി നേരെ വെളിയിലോട്ട് പോവുകയാണ്. ഇത് അപ്പുറത്ത് ഇറങ്ങിയിട്ട് വേണം, ഇത് റോഡാണ്, മെയിൻ റോഡാണ്, ക്രോസ് ചെയ്താണ് നമ്മൾ അപ്പുറത്ത് നമ്മളെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്. ഇവിടെ നിന്നൊക്കെ ആളുകൾ ഫ്രണ്ടിൽ നിന്ന് കയറി പോകുന്നുണ്ട് വണ്ടിയിലൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ ഒരു ബസിലിക്ക പള്ളിയുണ്ട്, നമുക്ക് ആ പള്ളിയിലും പോകണം. അവിടെ ഒരു കുരിശടിയും സെറ്റപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടാണ് പോകണം നമ്മൾ. ഇവിടെ നല്ല വെയിലാണ്, നമുക്ക് ഒതുങ്ങി നടക്കാം. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ തറയൊക്കെ നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. എന്ന് പറഞ്ഞാൽ കല്ല് പാവിയിട്ടുണ്ട്, അത് നല്ല വൃത്തിയുമുണ്ട്, നല്ല വൃത്തിയാക്കി അവർ സൂക്ഷിക്കുന്നുമുണ്ട്. മണൽ പോലും ഇല്ല, അത്രയ്ക്ക് ഒരു കരിയില പോലും ഇല്ല, അത്രയ്ക്ക് കിടിലായിട്ട് സൂക്ഷിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം നടക്കാറുണ്ട് ഫ്രണ്ടിലോട്ട്. നമുക്ക് ഇവിടെ കൂടെ ഇങ്ങനെ മുട്ടിനഴയണ സെറ്റപ്പൊക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഇവിടെ ഇത്തിരി മരമുണ്ട്, ഈ സൈഡ് മരമുണ്ട്, ആ സൈഡിൽ ചെറുതായിട്ട് മരമുണ്ട്, അതുകൊണ്ട് വലിയ വെയിലില്ല, അതുകൊണ്ട് നമുക്ക് നടക്കാം. പക്ഷെ അപ്പുറത്തെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് 2 ഫോട്ടോ എടുത്തപ്പോൾ തന്നെ ഊപ്പാട് വന്നു ഗൈസ്. കാരണം നല്ല വെയിലാണ്, നല്ല വെയിൽ. കാരണം ഞാൻ വെള്ളം എടുത്തില്ല, ഇനി വേണം വെള്ളം വേണമെങ്കിൽ നല്ല വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ. കാരണം ബസ് ഇറങ്ങി അവിടെ ഒരു ചെറിയൊരു 100 രൂപയ്ക്കൊരു ഇതെടുത്ത് സെറ്റപ്പ് എടുത്തൊന്ന് കുളിച്ച് കുളിച്ച്. കാരണം ബസ് ഒരുപാട് ലേറ്റായി, നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്, അത് വേറെ കാര്യം. അപ്പം നമ്മളിനി ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്, നമുക്ക് അങ്ങ് ചെന്നിട്ട് ഇനി കാണാം. ഓക്കെ, അവിടെ ഒരുപാട് കുറേ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നടന്ന് ആ കുരിശടിയുടെ ഫ്രണ്ടിലെത്തി. നമ്മൾ ആ നേർച്ച നടത്തണം, അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ, ഇതാണ് ആ വ്യൂ ഗൈസ്. കണ്ട, ഇവിടെ ഒരു കുരിശടി സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വെയിലാണ്, നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കാം. മരത്തിൻ്റെ ഒരു തണലുണ്ട്, അവിടെ ആളൊന്നുമില്ല. ഇതാണ് ഇവിടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെയാണ് കുരിശടി. അടിപൊളി ഗൈസ്, നല്ല തണൽ ഗൈസ്, ഇവിടെ ഇരിക്കാം. അപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് കുറച്ച് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. നല്ല വെയിലത്തൂടെ നടന്നു വന്നതല്ലേ, വെയിലൊരു രക്ഷയില്ല, നല്ല വെയിലാണ്. അപ്പം ഞാൻ ഒരു കോള വാങ്ങിച്ച് അവിടെ നിന്ന് കുടിച്ച്, 40 രൂപ വാങ്ങിച്ച്, കുഴപ്പമില്ല, കാരണം ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, ഇവിടെ 3 പൈസ കൂടുതലേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇരുന്നു. നമ്മൾ ഇനി അകത്ത് പള്ളിയിൽ അതിൻ്റെ അകത്ത് കയറണം. ഇവിടെ ക്യാമറ കയറ്റില്ല, വീഡിയോ എടുത്തുവിടാം. അപ്പം നമ്മൾ വെളിയിലുള്ള വീഡിയോ എടുത്തത് അതുകൊണ്ടാണ്. അപ്പം പിന്നെ ഇവിടെ കുറച്ച് ഇരുന്നൊന്ന് വേറെപ്പൊന്ന് മാറിയിട്ട് അകത്തോട്ട് കയറാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മളെ പുതിയ പള്ളി, അങ്ങോട്ടാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയിൽ മാസ് മലയാളമുണ്ട്. രാവിലെ 9:30 ആ റേഞ്ച് എന്തോ ആണ് സംഭവം. ഇപ്പം കഴിഞ്ഞു, ഞാൻ ഇവിടെ എത്തിയപ്പോഴൊക്കെ ലേറ്റാകും. ബസ് വന്നപ്പോൾ തന്നെ ഏകദേശം 10 മണി 10:30 അടുപ്പിച്ചായി. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ഇപ്പം നമ്മൾ ഹിന്ദിയോ എന്തോ മാസം അവിടെ നടക്കുകയാണ്. അത് മറ്റേ പഴയ പള്ളിയിലാണ്. നമ്മൾ നേരത്തെ കയറിയിട്ട് ഇറങ്ങിയെടുത്ത്. ഇവിടെ നല്ല കാറ്റാണ്, ഞാൻ സംസാരിക്കണ കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഈ പള്ളിയിലെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു വേറെ വെറൈറ്റിയാണ്. ഇങ്ങനെ ഓരോ ഇതള് പോലെ ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ഒരു കിടിലൻ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് തറയോടൊക്കെ ഇട്ട് സെറ്റപ്പാണ് ഇവിടെ. ഇങ്ങനെ നടക്കാനും ഗാർഡനും എല്ലാം അടിപൊളിയാണ്. നല്ല വെയിലായതുകൊണ്ടാണ്. വൈകിട്ടൊക്കെ വരെയാണെങ്കിൽ നല്ല പൊളിയായിരിക്കും. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണ്ടൊരിക്കൽ ഞാൻ വന്നിട്ടുണ്ട് രാത്രി. ഞാൻ ഇനി എന്തെങ്കിലും വരും രാത്രി ഒരിക്കലും വരണം. ഇവിടെ ഒരു കിടിലൻ വ്യൂ ആണ്, സംഭവം അടിപൊളിയാണ്. ഇവിടുത്തെ ഈ ലൈറ്റിങ് ഇതിലോട്ടടിക്കുമ്പോഴുള്ളൊരു ലൈറ്റിൻ്റെ ഒരു രസം വേറെയാണ്, സെറ്റപ്പാണ്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കും. ഇവിടെ നടക്കാനൊന്നും പറ്റില്ല, നല്ല വെയിൽ, കൊടും വെയിൽ ഗൈസ്, കൊടും വെയിൽ കൊണ്ടൊരു പരുവായി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോകാനാണ്. പള്ളിയുടെ ഫ്രണ്ട് അവിടെയാണ് എൻട്രൻസ്. പിന്നെ അവിടെ ഒരു കുരിശടിയും സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അങ്ങൊരു കുരിശടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എൻട്രൻസ് അവിടെ തുറന്നിട്ടുണ്ട്, നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കയറാം. ഇത് ഈന്തപ്പനയാണ്, എന്തൊരു പനയാണ് ഗൈസ് ഇത്. ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ആ ഒരു കിടിലൻ വ്യൂ, സംഭവങ്ങളൊക്കെ സൂപ്പറാണ്, അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഈ പള്ളി എനിക്ക് മറ്റേനേക്കാളും ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ചതാണ് കാണുന്നത്. അപ്പോൾ അവർ ആ പുതിയതിൻ്റെ ആ ഒരു ഇതിൻ്റെ സെറ്റപ്പിലാണ് കയ്യിൽ വെച്ചിട്ടുള്ളത്. എന്നാലും സൂപ്പറാണ്, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് അവിടെ നിന്ന് കയറിയിട്ട് നമ്മളിറങ്ങാം. അവിടെ നിന്ന് കയറാണ്. നമുക്ക് ക്യാമറ ഓഫ് ചെയ്യണം. അകത്ത് ക്യാമറ കയറ്റത്തില്ല, പള്ളിക്കകത്ത് വീഡിയോ എടുക്കുന്നത് ശരിയുമല്ല. ഈ പള്ളിക്കകത്തുള്ളൊരു വ്യൂ ആണ്. ഇത്രയും ടേബിൾ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി, ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട് ഫുള്ള്.
അടിപൊളിയാണ് സംഭവം. നല്ല ഇവിടെയാണ് അൽത്താരയും കാര്യങ്ങളൊക്കെ. വീഡിയോ എടുക്കാൻ പാടില്ല, ജസ്റ്റ് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ ഇവിടെ. കാരണം മാസമൊന്നും ഇപ്പോൾ ഇല്ല, ആളുകൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ആളുകൾ എടുക്കുകയാണ് ഗൈസ്. കുഴപ്പമില്ല, ഓരോരുത്തരാഗ്രഹം. സെറ്റപ്പാണ്, അടിപൊളി. ഇവിടെ മലയാളികളാണ് കൂടുതൽ വരുന്നത് ഈ പള്ളിയിൽ. ഇവിടെയാണ് മലയാളം മാസമൊക്കെ നടക്കുന്നത്. രാവിലെ 9:30 എന്തോ ആണ് കറക്റ്റ്. ഞാൻ ഇപ്പോൾ ഒരു 6-7 മാസമായി വന്നിട്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം നമ്മളിതിൻ്റെ അകത്തിരിക്കുകയാണ്. സൂപ്പറാണ്, നല്ല വൈബാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു, നമ്മളിവിടെ പിടിച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങി, പള്ളിയിൽ നിന്ന് ഇറങ്ങി അകത്ത് കയറി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പം ഫ്രണ്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഇനി വല്ലതും കഴിക്കണം. മണി ഏകദേശം 1 മണി ആയി. നമ്മൾ 2 മണിക്കാണ് നമുക്ക് ബസ്. രാവിലെ നേരെ കഴിച്ചില്ല, ഒരു ദോശയാണ് കഴിച്ചത്. കുഴപ്പമില്ല, നമ്മൾ യാത്രയിൽ ഫുഡ് കുറച്ചേ കഴിക്കുകയുള്ളൂ ഞാൻ. കാരണം എന്തെങ്കിലും പണി കിട്ടിയാലോ, ഒന്നത് ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഫുഡേ കഴിക്കുകയുള്ളൂ. നമ്മൾ ആ പള്ളിയിലെ ഒരു സൈഡിൽ കൂടെ നടന്ന്, നമ്മൾ ആ വന്ന വഴിയല്ല, ഇപ്പുറത്തോട്ട് നേരെ ചെന്ന് റോഡിൽ ഇറങ്ങേണ്ട ഒരു വഴിയുണ്ട്. അവിടെ ഒരു രൂപമൊക്കെ നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന്, നല്ല വെയിലാണ്, കട്ട വെയിലിനൊരു കുറവില്ല ഗൈസ്, നല്ല വെയിൽ. അപ്പം ഞാൻ ഒരു കുട പോലും എടുക്കാതെയാണ് വന്നത്, അല്ലെങ്കിൽ ഫുള്ള് വീഡിയോ മൊത്തം ഇങ്ങനെ ഭയങ്കര ലൈറ്റ് കയറി നിൽക്കുകയാണ്. അപ്പം നമ്മളിവിടെ നിന്ന് അതുവഴി ഇങ്ങനെ ഇറങ്ങാം, ഇതുവഴി ഇറങ്ങാം, നമുക്ക് ഇതുവഴി ഇറങ്ങാം. അതുവഴി നമുക്ക് മെയിൻ റോഡിൽ ഇറങ്ങാം. കണ്ട, അതുവഴി മെയിൻ റോഡാണ്, ബസ് സ്റ്റാൻഡ് തൊട്ട് അപ്പുറത്ത് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഇറങ്ങണ്ട, നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അവിടെ നിന്നൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ പോകാം. അവിടെ ഒരു നാരങ്ങ വെള്ളം കൂടി കടയൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ വഴി പിടിക്കാം. ഇവിടെ ഒരു യേശുവിൻ്റെ ഒരു രൂപം ഇങ്ങനെ കൈ വിടർത്തി നിൽക്കുന്ന രൂപമൊക്കെ ഇവിടെ ഉണ്ട്. അതൊരു സെറ്റപ്പാണ്, അത് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ മെയിൻ റോഡിൽ ഇറങ്ങാം. അപ്പം നമ്മളിപ്പോഴും നടന്ന് രൂപം ഇവിടെ അല്ലേ, അവിടെ തന്നെ ഗൈസ്, കുറച്ചും കൂടെ അങ്ങോട്ടാണ് നിൽക്കുന്നത്. അവിടെ അടച്ചാ ഗൈസ്, അവിടെ ഒരു ഗേറ്റൊക്കെ ഇട്ടിരിക്കുന്നു. ഞാൻ അന്ന് വന്നപ്പോൾ ഗേറ്റ് ഉണ്ട്, വഴിയുണ്ട് ഗൈസ്, ഒരു പ്രശ്നമില്ല, വഴിയുണ്ട്, ഓക്കെയാണ്. ഇത് ഈ രൂപമാണ്, ഇത് കണ്ട ആ രൂപത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ആ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ അതുവഴി അങ്ങ് മെയിൻ റോഡിൽ ഇറങ്ങേണ്ട വഴിയും ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് നീ കാണാം. ഓക്കെ ഗൈസ്, എൻ്റെ പുറകെ കാണുന്നതാണ് ആ രൂപ സ്റ്റാച്യു. അപ്പോൾ നമുക്ക് അതിനെ കറക്റ്റായിട്ടൊന്ന് വ്യൂ കാണിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് സ്റ്റാച്യു. നമുക്ക് കറക്റ്റായിട്ടുള്ള അങ്ങോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയുള്ള വ്യൂ. അങ്ങോട്ട് വരുമ്പോൾ ഇതിങ്ങനെ ഡെപ്ത്ത് കുറഞ്ഞ് വരും. ഡെപ്തല്ല, ഇതിൻ്റെ സൈസ് കുറഞ്ഞ് വരും. ഇവിടെയും ആളുകൾ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വല്ലാത്തൊരു നല്ല പണിപ്പെട്ട ഫോട്ടോയാണ്, പണിപ്പെട്ട സ്റ്റാച്ചു ആണ്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ആ ഹൈറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് പോയി നോക്കാം. ഞാൻ അതുവഴി നടന്നു വന്നപ്പോൾ കണ്ടു. പക്ഷെ അതുവഴി വരുമ്പോൾ ഇങ്ങനെ കറങ്ങി വേണം ഇവിടെ കയറാൻ. കണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ടേ അവിടുത്തെ സംഭവങ്ങൾ ഡീറ്റെയിൽസൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നേരെ റോഡിലോട്ട് ഇറങ്ങിയാണ് ഗ്യാസ്. ഇനി റോഡിൽ ചെന്നിട്ട് നാരങ്ങ വെള്ളം കുടിക്കണം. കാരണം വെയിൽ കൊണ്ടൊരു പരുവായി ഗ്യാസ്. വെള്ളവും എടുത്തില്ല. ഒരു 7up വാങ്ങിച്ച് കുടിച്ച്, അതൊക്കെ ഇപ്പോൾ 7up അല്ല, ഒരു കോളയാണ് വാങ്ങിച്ച് കുടിച്ചത്. ആ കോളയൊക്കെ പോയ വഴി അറിഞ്ഞില്ല ഗ്യാസ്, അത്ര കിടിലായിട്ട് പോയി. കാരണം അത്ര ചൂടാണ് ഗ്യാസ്. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നൊരു വെള്ളം കുടിച്ചിട്ട് നേരെ ബസ് പിടിക്കാം. ഓക്കെ ഗ്യാസ്, ഞാൻ ഒരു മാങ്ങ വാങ്ങിച്ചു. കണ്ട, ഇവിടെ നിന്ന് വാങ്ങിച്ചാണ് മാങ്ങ, അടിപൊളി മാങ്ങ. നമുക്കിനി ഇത് കഴിക്കണം. ക്യാമറ 2 കയ്യിൽ സാധനം ഇരിക്കുകയാണ്, കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ച് സെറ്റ് നമ്മുടെ ട്രൈപോഡിൻ്റെ കൂടെ മാങ്ങ പിടിച്ച് ഇങ്ങനെ കഴിക്കും. ഉപ്പ വേറൊന്നുമില്ല, മുളക് പൊടി കൂടിപ്പോയി ഗൈസ്, അതാണ്. 30 രൂപ. ഞാൻ 2-3 വാങ്ങിയുള്ളൂ. പോട്ടെ, അവിടെ നിന്നാലും ഇതൊക്കെ വെള്ളം തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മാങ്ങ കഴിക്കുകയാണ്.
അടിപൊളി മാങ്ങ. ഒരു ആൻറ്റി വീഴുന്നതാണോ അതോ ഉറങ്ങണതാണോ? റോഡിൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, ബൈ.